അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 137. 2 മാസങ്ങൾക്ക് ശേഷം രാവിലെ സിറ്റൗട്ടിൽ ആരെയോ കാത്തുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ജ്വാല. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റിന്റെ ഭാഗത്തേക്കും പോകുന്നുണ്ട്. അവളെ തന്നെ നോക്കി ചിരിയോടെ സിറ്റൗട്ടിന്റെ അരത്തിണ്ണയിൽ ഇരിക്കുന്നുണ്ട് അഗ്നി, അപ്പു, ചിത്തു, മോഹനുമെല്ലാം. എന്റെ കുഞ്ഞാ, നീ അവിടെ ഒരു ഭാഗത്തിരിക്കേ, അവരിങ്ങോട്ട് വന്നോളും. അഗ്നി അവളോട് പറഞ്ഞു. ഇപ്പൊ എത്തുന്നു പറഞ്ഞിട്ട് മണിക്കൂർ ഒന്നാവാറായല്ലോ, എന്താ എത്താത്തെ? അവള് ചുണ്ടു പിളർത്തി. അഗ്നി ചിരിയോടെ അവളെ നോക്കിയിരുന്നതേയുള്ളൂ. എടി ഏട്ടത്തി, ചിലപ്പോ വല്ല ട്രാഫിക്കിലും പെട്ടു കാണും. നീ കോഴി മുട്ടയിടാൻ പൊരിയുന്ന പോലെ കിടന്ന് പൊരിയാതെ ഇവിടെ വന്നിരിക്കേ. അപ്പു അവളോട് കുറുമ്പോടെ പറഞ്ഞു. അരവേട്ട, ഇത് വേണ്ട കേട്ടോ. അവൾ അവന് നേരെ പല്ലുകടിച്ച് വിരല് ചൂണ്ടി. അപ്പു പെട്ടെന്ന് വാപുത്തി പിടിച്ചു. അത് കണ്ട് അവൾ അവനെ നോക്കി തറപ്പിച്ചു മൂളി. ജ്വാല, അമ്മയുടെ മോൾ ഇവിടെ വന്നിരുന്നേ, അവരെത്താൻ ആവുന്നേ ഉള്ളൂ. ചിത്തു അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. വേണ്ട അമ്മ, അവരിപ്പോ എത്തും. അവള് പുഞ്ചിരിയോടെ അവർക്കുള്ള മറുപടി നൽകി. അതേസമയം തന്നെ കൗസ്തുഭത്തിന്റെ ഗേറ്റ് കടന്ന് ഒരു കാർ അകത്തേക്ക് വന്നു. ജ്വാല സന്തോഷത്തോടെ ഒന്നുകൂടി മുന്നോട്ടിറങ്ങി നിന്നു. എല്ലാവരും അവരെ സ്വീകരിക്കാനായി തിണ്ണയിൽ നിന്നും എഴുന്നേറ്റു. കാറ് നിർത്തിയതും ബാക്കിലെ ഡോറ് തുറന്ന് അവൾ പുറത്തേക്കിറങ്ങി ജ്വാലയെ മുറുകെ കെട്ടിപ്പിടിച്ചു. ജ്വാലേട്ടെത്തി. മീനു. ജ്വാലയും ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. രണ്ടുപേരും പരസ്പരം മുഖത്തേക്ക് നോക്കി. മീനു അവളെ നോക്കി ചിരിച്ചു. ഇതാണോടി നീ ഇപ്പൊ എത്തുന്നു പറഞ്ഞ്? ജ്വാല ചുണ്ടു കൂർപ്പിച്ചു. അത് പിന്നെ ബ്ലോക്കിൽ പെട്ടുപോയി പെണ്ണെ, അവൾ ഇളിയോടെ പറഞ്ഞു. ജ്വാല തലയാട്ടി. മീനു അവളിൽ നിന്നും അകന്നു മാറി നേരെ മോഹനെ പോയി കെട്ടിപ്പിടിച്ചു. മാമ, അവള് വിളിച്ചു. അയാൾ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന സുരേഷിനെ നോക്കി. മീനു അപ്പോഴേക്കും ചിത്തുവിനെ, അഗ്നിയെ, അപ്പുവിനെയും എല്ലാം പോയി പുണർന്നുകൊണ്ട് അവളുടെ സന്തോഷം പ്രകടിപ്പിച്ചു. അകത്തേക്ക് വാളിയ. മോഹൻ അയാളെ സ്നേഹത്തോടെ അകത്തേക്ക് സ്വീകരിച്ചു. സുരേഷ് പുഞ്ചിരിയോടെ ജ്വാലയുടെ തലയിൽ തഴുകി. അവൾ അയാളെ നോക്കി ചിരിച്ചു. സുഖാണോ മോളെ? അതെ അങ്കിൾ, അവള് പുഞ്ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു. സുരേഷ് അകത്തേക്ക് കയറി. മീനുവിന്റെ അച്ഛനാണ് സുരേഷ്. അമ്മയുടെ പേര് മായ. അപ്പു, മീനു ഒഴികെ ബാക്കി എല്ലാവരും അയാൾക്ക് പിറകെ അകത്തേക്ക് കയറി. അതെ അപ്പുവേട്ടാ, എൻ്റെ ബാഗുണ്ട് കാറിൽ, അതെടുത്ത് അകത്തേക്ക് വെച്ചേക്കിട്ടോ, മീനു അപ്പുവിനോട് പറഞ്ഞു. വേണമെങ്കിൽ എടുത്തു വെക്കടി. അപ്പു പുച്ഛിച്ചു. മീനുവിൻ്റെ കവിള് വീർത്തു. ഇത് എന്തോന്ന് മനുഷ്യനാ, ഇത്രയും നാൾ കഴിഞ്ഞിട്ട് അനിയത്തി വന്നേക്കുക, എന്നിട്ട് അതിൻ്റെ വല്ല സ്നേഹം ഉണ്ടോന്ന് നോക്കിയേ. മീനു പല്ല് കടിച്ചു. നിന്റെ ലഗേജ് എടുക്കുന്നതിൽ കുറഞ്ഞ സ്നേഹം മതി, നടക്കടി അകത്തേക്ക്. അപ്പു അവളുടെ തോളിലൂടെ കൈയിട്ട് ചിരിയോടെ പറഞ്ഞതും മീനുവിനും ചിരി വന്നു പോയി. വ്യാസേട്ടനോട് ഞാനിന്ന് വരുന്ന കാര്യം പറഞ്ഞിട്ടില്ലേ? അവള് കണ്ണു വിടർത്തിക്കൊണ്ട് ചോദിച്ചു. ഏയ്, അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പു ചുണ്ടുകൊട്ടി. അതെന്താ? എനിക്ക് കാണണം. അപ്പുവേട്ടൻ ഇന്ന് തന്നെ വിളിച്ചു പറയണോട്ടോ ഞാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പാള് നാളെ തന്നെ ഇങ്ങോട്ട് എത്തിക്കോളും, മീനു സന്തോഷത്തോടെ പറഞ്ഞു. ഓ പിന്നെ, അല്ലെങ്കിൽ വ്യാസേട്ടൻ നിന്നെ കാണാനല്ലേ വരുന്നേ? ഒഞ്ഞു പോയേടി, ഏട്ടനെയും ജ്വാലയും കാണാനാ വ്യാസേട്ടൻ വരുന്നേ. അപ്പു പുച്ഛിച്ചുകൊണ്ട് അവളുടെ തലയിലൊന്ന് കൊട്ടി അകത്തേക്ക് കയറിപ്പോയി. മീനു മുഖം വീർപ്പിച്ചുകൊണ്ട് അവനൊപ്പവും ചായ കുടിക്കുകയാണ് മീനുവും സുരേഷും. അളിയന് ഇപ്പൊ തന്നെ പോണോ? 2 ദിവസം നിന്നിട്ട് പോവാളിയ, മായക്കൂടെ കൊണ്ടുവരായിരുന്നു, മോഹൻ പറഞ്ഞു. അവള് വരാൻ ഒരുങ്ങിയതാ അളിയ, പക്ഷെ അവളിപ്പോ ഇങ്ങോട്ട് വന്നാ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചേച്ചി അവളും കൂടി ചേർന്നാ പിന്നെ അറിയാലോ, രണ്ടാളും കൂടി സംസാരിച്ചിരിക്കും. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുള്ളതാണേ, സുരേഷ് ചിരിയോടെ പറഞ്ഞു. ചിത്തിര അയാളെ കൂർപ്പിച്ചു നോക്കി. അല്ല ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. അവരുടെ നോട്ടം കണ്ട് സുരേഷ് ചിരിയോടെ പറഞ്ഞു. അത് ശരിയാ അങ്കിൾ, അമ്മ ആന്റി പരസ്പരം കണ്ടാ പിന്നെ ഇവിടെ ചെവിതല കേൾപ്പിക്കില്ല. എന്താണാവോ ഇത്രയും പറയാൻ? അപ്പുവും ചിത്തുവിനെ കളിയാക്കി. ഡാ, ചിത്തു അവനെ കണ്ണുരുട്ടിക്കൊണ്ട് വിളിച്ചു. അപ്പു അത് കണ്ട് ചിരിയോടെ നിന്നു. അല്ല, കണ്ണനും അപ്പു അളിയനും ഒന്നും ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? സുരേഷ് ചോദിച്ചു. ജ്വാല അഗ്നിയോട് ചേർന്ന് നിന്ന് അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇല്ല അങ്കിൾ, ഇന്ന് ഞാനും അച്ഛനും ലീവാ, അപ്പു പോകുന്നുണ്ട്, അഗ്നി ജ്വാലയെ ചേർത്ത് പിടിച്ച് ചിരിയോടെ പറഞ്ഞു. ജ്വാലയുടെ മുഖം തെളിഞ്ഞു. ആഹാ, മീന് വരുന്നോണ്ട് ലീവാക്കിയതാണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കണ്ണാ, ഇവളിങ്ങനെ ഇടയ്ക്ക് വലിഞ്ഞു കയറി വരാറുള്ളതല്ലേ. സുരേഷ് അടുത്തിരിക്കുന്ന മീനുവിനെ ഇടങ്ങണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛാ, അവള് ദേഷ്യത്തോടെ വിളിച്ചു. വെറുതെ പറഞ്ഞതാടാ, അയാൾ അവളുടെ തലമുടി തഴുകി. അങ്ങനെ വെറുതെ പറയണ്ട. അവള് കലിപ്പായി. അയാൾക്ക് ചിരി വന്നു പോയി. ഇവള് വരുന്നോണ്ടെന്നല്ല അങ്ങളെ ദേവേട്ടനും അച്ഛൻ പോവാത്തെ. കുറച്ചു നേരം കഴിഞ്ഞാൽ എൻ്റെ തറവാട്ടിൽ നിന്ന് എൻ്റെ അമ്മായിയുടെ വല്യച്ഛൻ്റെ മക്കള് വരും, അതുകൊണ്ടാ, ജ്വാല പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വരുന്നതിന് ലീവാക്കിയതല്ലേ? മീനു അഗ്നിയെ അപ്പൂനെ മാറി മാറി നോക്കി. അത് കണ്ട് ജ്വാല വാപ്പുത്തി ചിരിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതാ മീനു, നീ വരുന്നോണ്ട് കൂടിയാ ഇവര് ലീവാക്കിയേ. സത്യത്തിൽ ദേവേട്ടൻ ഇന്ന് പോണില്ല എന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഇന്നലെ കൂടി ഇന്ന് ലീവാക്കാൻ ഞാൻ പറഞ്ഞപ്പോ നോക്കട്ടെ എന്ന് പറഞ്ഞ ആളാ.
ജ്വാല അഗ്നിയുടെ കയ്യിൽ ഒരു പിച്ചു വെച്ചു കൊടുത്തു. ഹോ, പതിയെ പെണ്ണെ. അഗ്നി അവന്റെ കയ്യിൽ തലോടി ചിരിയോടെ പറഞ്ഞു. അത് കണ്ടപ്പോ മീനുവിനൊരു സന്തോഷം. ആ കൊടുക്ക് ജ്വാലേട്ടത്തി, ആ അപ്പൂട്ടിനും കൊടുക്ക്. വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ അങ്ങേര് എന്നെ ഇട്ട് ട്രോളാൻ. മീനു അപ്പൂനെ നോക്കി നാക്ക് നീട്ടി. പോടി പിശാശെ, അല്ലെങ്കിൽ തന്നെ നീ പറഞ്ഞിട്ടൊന്നും വേണ്ട അവൾക്ക് എന്നെ പിച്ചാൻ. അല്ലാതെ തന്നെ ഏതു നേരം അവൾ എന്നെ അടിച്ചും പിച്ചിയും കൊണ്ടും തന്നെയാ. അപ്പു നെടുവീർപ്പിട്ടു. ആരവേട്ട? ജ്വാല കുറുമ്പോടെ വിളിച്ചു. പോടി ഏട്ടത്തി, ഇനി ഞാൻ വരുമ്പോഴേക്കും വാനരസംഘത്തിലെ ആള് കൂടുമല്ലോ. ദയവ് ചെയ്ത് എല്ലാത്തുങ്ങളും കൂടി എന്റെ നെഞ്ചത്തോട്ട് വരരുത്. അപ്പു അവൾക്കും മീനുവിനും നേരെ കൈകൂപ്പി. ആലോചിക്ക. ജ്വാല കണ്ണിറുക്കി. പോടി. അപ്പു ചുണ്ടുകൊട്ടി. കുഞ്ഞാ ഒതുങ്ങിക്കേ. അവരുടെ വഴക്ക് കണ്ട് അഗ്നി ഇടപെട്ടു. ഞാനാണോ? ആരവേട്ടനല്ലേ? ഏട്ടനോട് പറ. ജ്വാല കലിപ്പായി. ഓ, അവനോടും കൂടി എന്റെ കുഞ്ഞാ ഞാൻ പറഞ്ഞേ. അപ്പു അവളുമാർ ഇങ്ങോട്ട് വരുന്നോണ്ടല്ലേ നീ ഇന്ന് ലീവ് എടുക്കാത്തെ. അതുകൊണ്ട് വേഗം പോവാൻ നോക്ക്. അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു. ആ പോവാ. അപ്പു താല്പര്യമില്ലാതെ മറുപടി കൊടുത്തു. സുരേഷ് അവരുടെ സംസാരമെല്ലാം കേട്ട് ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വന്നത് മധുളിന് കുറച്ച് തിരക്കായതുകൊണ്ട് ഇവിടേക്ക് വന്ന് പറയാൻ സമയമില്ലാത്തോണ്ടാ. അളിയൻ ഫോണിൽ വിളിക്കും, എന്നാലും അതല്ലല്ലോ അതിൻ്റെ ഒരു മര്യാദ. അതാ മീനുവിനെ കൊണ്ടുവിടാൻ ഇന്ന് ഡ്രൈവർ അയക്കാതിരുന്ന ഞാൻ. സുരേഷ് മോഹനോടും ചിത്തൂനോടായിട്ട് പറഞ്ഞു. തൈപ്പൂയ മഹോത്സവത്തിന്റെ കാര്യമാണോ അളിയ? അതാണെങ്കിൽ അമ്മ പറഞ്ഞിരുന്നു. മോഹൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അറിയാ, എന്നാലും നേരിട്ട് ക്ഷണിക്കണമല്ലോ. നാട്ടിലെ പൂരാണെങ്കിലും കൊടിയേറ്റത്തിന് മുന്നേ അങ്ങോട്ട് എത്തണമെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നേ. അടുത്ത മാസം 2-നോ 3-നോ ഒക്കെ ആയിട്ട് വരും അങ്ങോട്ട്. നമുക്ക് കുറച്ച് ദിവസം അവിടെ കൂടി എല്ലാവരുമായിട്ട് ആഘോഷിക്കാലോ. കുടുംബം മൊത്തം ചെയ്യേണ്ട പൂജയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അമ്മ. സുരേഷ് സന്തോഷത്തോടെ പറയുന്നുണ്ട്. ആ, അതിപ്പോ എല്ലാ വർഷവും വരുന്നല്ലേ ഞങ്ങള്. ഈ വർഷം ഉറപ്പായിട്ടും വരും. മാത്രല്ല ജ്വാല ഇങ്ങോട്ട് വന്നിട്ടുള്ള ആദ്യത്തെ ആഘോഷമല്ലേ. അപ്പൊ വരാതിരിക്കുന്ന എങ്ങനെയാ? ചിത്രയാണ് അത് പറഞ്ഞത്. ജ്വാലയുടെ കണ്ണുകൾ വിടർന്നു പോയി. സത്യമായിട്ടും നമ്മൾ പോവോ അമ്മേ? അവള് സന്തോഷത്തോടെ ചോദിച്ചു. പിന്നെ പോവാതെ? ഉറപ്പായിട്ടും പോവും. ചിത്ര അവളെ നോക്കി പുഞ്ചിരിച്ചു. അഗ്നി ജ്വാലയെ കണ്ണിമയ്ക്കാതെ നോക്കി. ഒരു കൊച്ചുകുട്ടിയുടെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അവൾ. അവൻ അവളോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി. നിനക്ക് അങ്ങോട്ട് വരുന്നതിനാണോ ജ്വാല ഇത്ര സന്തോഷം? അവളുടെ മുഖം കണ്ട് മീനു ചോദിച്ചു. ഞാനിതുവരെ അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊന്നും പോയിട്ടില്ല. അപ്പൊ എനിക്കും കാണാലോ മീനു. അവള് കണ്ണുവിടർത്തിക്കൊണ്ട് പറഞ്ഞു. അഗ്നിയുടെയും മറ്റുള്ളവരുടെയും മുഖം മങ്ങി. സുരേഷും മീനുവും മാത്രം അവളെ സംശയത്തോടെ നോക്കി. അതെന്താ, അപ്പൊ കുട്ടിയുടെ നാട്ടിലെ ഉത്സവങ്ങളൊന്നും ഉണ്ടാവാറില്ലേ? തമാശ പോലെയാണ് സുരേഷ് ചോദിച്ചത്. ഉണ്ട്, പക്ഷെ എന്നെ അങ്ങനെ ഇങ്ങോട്ടും കൊണ്ടുപോവാറില്ല. കുഞ്ഞുനാളിലെ അച്ഛയും അമ്മയും കൊണ്ടുപോയിട്ടുണ്ടെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറയാറുണ്ട്. അവര് പോയ ശേഷം മുത്തശ്ശനും മുത്തശ്ശിയൊന്നും ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാറില്ല. അതുകൊണ്ട് ഞാനും പോയിട്ടില്ല. ഞാനില്ലാത്തോണ്ട് പൊന്നുമില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കും. പക്ഷെ ഞാൻ കൂടി അവരുടെ ഒപ്പം വന്നാ വീട്ടിൽ ആരും ഇല്ലാതാവുന്ന വല്യച്ഛനും കിച്ചേട്ടനൊക്കെ പറയാറ്. അതുകൊണ്ട് എന്നെ കൊണ്ടുപോവില്ല. കൊണ്ടുപോയാലും ഉത്സവ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ കൊണ്ടുപോവുള്ളൂ. പക്ഷെ ആരും കാണാതെ ഒരു ദിവസം പൊന്നു കൊണ്ടുപോയിന്നെ. പക്ഷെ അവസാന ദിവസം ആയതുകൊണ്ട് ഒന്നും കണ്ടുമില്ല. എന്നിട്ടും കിച്ചേട്ടൻ വഴക്കു പറഞ്ഞു ഞാൻ പോയേന്. ഇടർന്ന സ്വരത്തോടെ ജ്വാല പറഞ്ഞു നിർത്തവേ സുരേഷ് ആകെ വല്ലാതായി. മീനുവിന്റെ മുഖവും അങ്ങനെ തന്നെ. അഗ്നിയുടെ കൈകൾ ജ്വാലയുടെ ഷോൾഡറിൽ മുറുകി. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളൊന്ന് കലങ്ങിയതുപോലെ. അവൾ പെട്ടെന്ന് അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. സാരില്ല ദേവേട്ട. അവന്റെ ഉള്ളിലെ സങ്കടം മനസ്സിലാക്കിയ പോലെ ജ്വാല പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അഗ്നി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഇത്തവണ നമ്മള് അടിച്ചു പൊളിക്കൂട്ടോ. എന്റെ കുഞ്ഞിനെ ഞാൻ അവിടെ എല്ലാം കൊണ്ടുപോകും. എല്ലാ കാഴ്ചയും കാണിച്ചു തരും. അഗ്നി സ്നേഹത്തോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ കലങ്ങി. അവള് സന്തോഷത്തോടെ മൂളി. അതേടി ഏട്ടത്തി, ഇനി ഏട്ടൻ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും. കുഞ്ഞാവയ്ക്ക് എവിടെയൊക്കെ പോണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ജ്വാലയുടെ സങ്കടം തന്നിലും നോവ് പടർത്തിയെങ്കിലും അവളിലെ സങ്കടം മാറ്റാനായി അവൻ കുറുമ്പോടെ പറഞ്ഞു. ഒപ്പം അവളുടെ തലയിലൊന്ന് കൊട്ടുകൂടി ചെയ്തു അപ്പു. അവന്റെ ആഗ്രഹം പോലെ തന്നെ പെണ്ണിന്റെ ചുണ്ടൊക്കെ കൂർത്തിട്ടുണ്ട്. അരവേട്ട, എന്നെ കളിയാക്കണ്ടാട്ടോ. ഇയാൾ എന്നെ കൊണ്ടുപോകണ്ട. ഇന്നെന്റെ ദേവേട്ടൻ കൊണ്ടുപോകും ഇല്ലേ ദേവേട്ട? ജ്വാല അപ്പുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അഗ്നിയോട് ചോദിച്ചു. ഉറപ്പായിട്ടും കൊണ്ടുപോകും കുഞ്ഞാ. അഗ്നി വാക്ക് നൽകി. ജ്വാല ഇപ്പൊ എങ്ങനെയുണ്ടെന്ന പോലെ അപ്പുവിനെ നോക്കി. അപ്പു അവളെ നോക്കി കുസൃതിയോടെ ചിരിച്ചു. ഓ, എന്നാ ഭാര്യയും ഭർത്താവും കൂടി പൊക്കോ. എനിക്കും വരൂടി ഏട്ടത്തി ഒരു ദിവസം. അന്ന് ഞാൻ എൻ്റെ പെണ്ണിനെയും കൂട്ടി അതിലൂടെ കൈകോർത്ത് നടക്കും. അത് നിന്റെ ഈ പൂച്ച കണ്ണോട് നീ കാണും. അപ്പു അവളുടെ കണ്ണിൽ കുത്തുന്ന പോലെ കാണിച്ചു. ഡാ. അത് കണ്ട് അഗ്നി അവനെ അടിക്കാൻ കയ്യോങ്ങി. അയ്യോ. അപ്പു പെട്ടെന്ന് പുറകിലേക്ക് മാറി. അതിനങ്ങനെ കൈകോർത്ത് നടക്കാൻ കുറെ കാലമൊന്നും കഴിയണ്ട. പൊന്നെന്തായാലും ഇന്ന് വന്നാ അടുത്ത മാസം ലാസ്റ്റേ പോവുള്ളൂ. അതായത് നമ്മൾ പോകുമ്പോ അവളുണ്ടാവും തറവാട്ടിലേക്ക്. അപ്പൊ പൊന്നും അപ്പേട്ടനും കൈകോർത്ത് പിടിച്ച് നടന്നോ? ജ്വാല അവനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു. അപ്പു അവളെ തുറച്ചു നോക്കിപ്പോയി. അവളുടെ സംസാരം കേട്ട് സുരേഷിനൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ബാക്കി എല്ലാവരും ചിരിക്കുന്നുണ്ട്.
പിന്നെ കൈകോർത്ത് പിടിച്ച് നടക്കാൻ പറ്റിയൊരു സാധനം നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേടി ഏട്ടത്തി? ആ നാഗവല്ലിയെ ഞാൻ ചേച്ചേ ആ നാശം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാ ഞാൻ ഓഫീസിൽ പോലും പോകുന്നേ. അപ്പോഴാ അവളുടെ അപ്പു ഇഷ്ടക്കേടോടെയാണ് പറയാൻ ശ്രമിച്ചതെങ്കിലും പൊന്നൂന്റെ ഓർമ്മയിൽ അവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു ചിരിയുണ്ടായിരുന്നു. അഗ്നി അത് വ്യക്തമായി കാണുകയും ചെയ്തു. ഉമ്മച്ചന്മാരെ പക്ഷെ സൂക്ഷിക്കണം അപ്പു, അല്ലെങ്കിൽ പണി കിട്ടും. അഗ്നി അവനെ നോക്കിയൊരു കണ്ണിറുക്കി പറഞ്ഞു. അപ്പുവിന്റെ മുഖം വിളറിപ്പോയി. അതിനൊപ്പം ജ്വാല കൂടി വാപ്പുത്തി ചിരിച്ചതും അപ്പു ചമ്മി. ഞാൻ പോയി റെഡി ആവട്ടെ, ഇപ്പൊ വരാം. അതും പറഞ്ഞ് അവൻ പെട്ടെന്ന് മുകളിലേക്ക് പോയി. അഗ്നി ജ്വാലയെ നോക്കി കണ്ണു ചിമ്മി. ജ്വാലയും കുസൃതി ചിരിയോടെ അവനെ നോക്കുന്നുണ്ട്. ഈ അപ്പുവേട്ടന് ഇത് എന്തു പറ്റി? മീനു ചോദിച്ചു. അതാ എന്തു പറ്റിയാവോ? അല്ല ആരെയും ഉമ്മച്ചൻ? മോഹൻ സംശയത്തോടെ ചോദിച്ചു. അതച്ച അഗ്നി എന്തോ പറയാൻ ശ്രമിച്ചു. അതാരുമില്ല അച്ഛേ, ഈ ദേവേട്ടൻ വെറുതെ എന്തൊക്കെയോ പറയാ. ജ്വാല പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞു. മോഹൻ സംശയത്തോടെ തലയാട്ടി. ദേവേട്ട ഇങ്ങനെ കളിയാക്കല്ലേട്ടോ, പാവ അരവേട്ടൻ. ജ്വാല അവനോട് അടക്കം പറഞ്ഞു. അപ്പൊ നീ അവനെ കളിയാക്കിയതോ? ഞാൻ വെറുതെ. ജ്വാല എളിച്ചു. അപ്പൊ ഞാനും വെറുതെ. അഗ്നിയും അതേ എളിയോടെ പറഞ്ഞു. ജ്വാല അവനെ കണ്ണുരുട്ടി നോക്കി. റൂമിലേക്ക് വാ, ഒരു സാധനം തരാ. അവൻ അവളുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. എന്താ? അവളിൽ പതർച്ച. പിടച്ചിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ. എനിക്ക് പ്രണയിക്കാൻ തോന്നുന്നു, ഉമ്മ വേണം. അവൻ പറഞ്ഞതും ജ്വാല ഞെട്ടിപ്പോയി. ഇപ്പോഴോ? അവൾ അവനെ മിഴിച്ചു നോക്കി. ആ. അവൻ തലയാട്ടി. ദേവേട്ട. ജ്വാല ചിണുങ്ങി. വേണം, അത്ര തന്നെ. അതും പറഞ്ഞ് അവൻ അവളിൽ നിന്ന് അകന്നു മാറി. അങ്കിൾ ഇറങ്ങാറായില്ലല്ലോ, ഞാൻ ഇപ്പൊ വരാം, എന്റെ ഫോൺ റൂമിലാ, അത് എടുത്തിട്ട് വരാം. അതും പറഞ്ഞ് അഗ്നി ജ്വാലയെ നോക്കി. ജ്വാല പക്ഷേ അവനെ ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ്. വന്നേ കുഞ്ഞ, നീയല്ല എൻ്റെ ഫോൺ എടുത്തു വെച്ചേ, എടുത്തതാ. അവൻ ജ്വാലയുടെ കൈ പിടിച്ചു. അത് ഞാനല്ല, അവിടെയുണ്ട്. അവള് പതറി. അവൻ പെട്ടെന്ന് അവളോട് ചേർന്ന് വന്നു. ദേ കുഞ്ഞ, എൻ്റെ സ്വഭാവം അറിയാലോ, എനിക്ക് ആളുകളുള്ളതൊന്നും പ്രശ്നമല്ല. ഞാൻ ഇവിടെ വെച്ച് നിന്നെ കിസ് ചെയ്യും, എന്താ വേണോ? അവൻ ചോദിച്ചതും ജ്വാല പെട്ടെന്ന് തന്നെ വേണ്ടാന്ന് തലയാട്ടി. എന്താ രണ്ടുപേരും തമ്മിലൊരു സ്വകാര്യം പറച്ചില്? സുരേഷ് ചോദിച്ചു. ജ്വാല അയാളെ നോക്കി. അതൊന്നുമില്ല, ഫോൺ എടുത്തു കൊടുത്തിട്ട് ഇപ്പൊ വരാം. ആ ശരി മോളെ. അയാൾ സമ്മതിച്ചു. അഗ്നി അവളെ ചിരിയോടെ നോക്കി അവളെയും ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നടന്നു. ഇപ്പൊ കുറച്ച് വാശി കൂടുന്നുണ്ട് കേട്ടോ. മുകളിലേക്കുള്ള സ്റ്റെയർ കയറുമ്പോൾ അവൾ അവനോട് പറഞ്ഞു. നിന്നോടല്ലേ? അഗ്നി പറഞ്ഞു. ജ്വാല അവനെ ചിരിയോടെ നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല. മക്കള് രണ്ടാളും നല്ല സ്നേഹത്തിലാണല്ലേ? സുരേഷ് ചോദിച്ചു. മോഹനും ചിത്തുവും മീനുവും ചിരിയോടെ അയാളെ നോക്കി. അവന്റെ ജീവൻ അവൾക്കും അങ്ങനെ തന്നെയാ. ചിത്തിര സന്തോഷത്തോടെ പറഞ്ഞു. നന്നായിരിക്കട്ടെ. സുരേഷ് ആത്മാർത്ഥമായി പറഞ്ഞതും മോഹനും ചിത്തുവും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. തുടരും.